മോഹൻലാലിന്റെ അമ്മ ശാന്തകുമാരിയുടെ വിയോഗത്തിൽ പ്രതികരിച്ച നിർമ്മാതാവ് സുരേഷ് കുമാർ. ലാലിന്റെ മാത്രമല്ല തങ്ങളടക്കമുള്ള സുഹൃത്തുക്കളുടെയെല്ലാം അമ്മയായിരുന്നു ആ പുണ്യമെന്നാണ് സുരേഷ് കുമാർ പറഞ്ഞത്. ലാലിന്റെ അമ്മയും അമ്മൂമ്മയും അമ്മാവന്മാരുമൊക്കെ ഭയങ്കര. അതാണ് ലാലിന് കിട്ടിയിരിക്കുന്നതെന്നും സുരേഷ് കുമാർ പറഞ്ഞു. അമ്മയുടെ മരണം വലിയൊരു വേദനയാണ്. ഒരുപാട് ഓർമ്മകളാണ് മനസ്സിലൂടെ കടന്നു പോകുന്നതെന്നും സുരേഷ് കുമാർ പറഞ്ഞു. വിയോഗവാർത്തയറിഞ്ഞ് വിറയ്ക്കുന്ന സ്വരത്തോടെയാണ് സുരേഷ് കുമാർ ഓർമ്മകൾ പങ്കുവച്ചത്. ആ സ്നേഹത്തണൽ ഇനി ഓർമ്മകളിൽ മാത്രം. ലാലിന്റെ അമ്മയല്ല, ഞങ്ങളുടെയെല്ലാം അമ്മയായിരുന്നു ആ പുണ്യം, സുരേഷ് കുമാർ പറഞ്ഞു. മുകളിലെ പഴയ വീട്ടുമുറ്റത്ത് ഒത്തുകൂടിയ കൂട്ടുകാർക്ക് ഭക്ഷണവും വാത്സല്യവും വിളമ്പി അവരുടെ കുസൃതികൾക്ക് കൂട്ടുനിന്ന ആ വലിയ മനസ്സ് വിടവാങ്ങുമ്പോൾ ഒരു തലമുറയുടെ സൗഹൃദത്തിന്റെ വേരുകളാണ് അറ്റുപോയതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സംസ്കാര ചടങ്ങുകൾ ഇന്നലെ വൈകിട്ട് തിരുവനന്തപുരത്തെ വീട്ടിൽ വെച്ച് നടന്നു. 5ാം ക്ലാസ് മുതൽ മോഹൻലാലിന്റെ ഒപ്പം പഠിച്ച സുരേഷ് കുമാറിന് ശാന്തകുമാരിയെക്കുറിച്ച് അനേകം ഓർമ്മകളാണ് ഉള്ളത്. 1969 മുതലുള്ള ആത്മബന്ധമാണ് തങ്ങൾ തമ്മിലുള്ളതെന്നും പ്രിയനും ശ്രീകുട്ടനുമെല്ലാം തങ്ങളെക്കാൾ സീനിയറാണെന്നും അദ്ദേഹം ഓർത്തു. കോളേജിൽ പഠിക്കുമ്പോൾ ലാലിന്റെ വീട്ടിൽ കമ്പൈൻ സ്റ്റഡിയുടെ പേരിൽ തങ്ങളെല്ലാം ഒത്തുചേർന്നിരുന്നതും അവിടെ പഠനമല്ല ഉഴപ്പായിരുന്നതും ഇടയ്ക്ക് വന്ന് എല്ലാവരും കൂടിയിരുന്ന് പഠിത്തമായിരിക്കണം നടക്കുന്നത് കേട്ടോ എന്ന് അമ്മ പറഞ്ഞിരുന്നതുമെല്ലാം സുരേഷ് കുമാർ അനുസ്മരിച്ചു. തങ്ങളെല്ലാം അമ്മയ്ക്ക് വലിയ കാര്യമായിരുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ചിലപ്പോഴൊക്കെ എന്റെ വീട്ടിൽ അല്ലെങ്കിൽ ലാലിന്റെ വീട്ടിൽ ഞങ്ങൾ ഒത്തുകൂടും. കുസൃതി കുറച്ചു കൂടിയ പിള്ളേരായിരുന്നു ഞങ്ങൾ പഠിക്കുമ്പോൾ ഇടയ്ക്കിടെ അമ്മ ചായ ഇട്ടുകൊണ്ടുവന്നു തരുമായിരുന്നു. എപ്പോൾ ചെന്നാലും ഭക്ഷണം റെഡിയാണ്, കഴിക്കാതെ പോകാൻ പറ്റില്ല. ഉച്ചയ്ക്കായാലും രാത്രിയിലായാലും കഴിച്ചിട്ടേ അമ്മ അവിടുന്ന് വിടൂ. ഞങ്ങളെപ്പോലെ കുറെ കൂട്ടുകാർ എപ്പോഴും അവിടെ ഉണ്ടാകും. അമ്മ ഉണ്ടാക്കി തരുന്ന ഭക്ഷണത്തിന്റെ രുചി ഇപ്പോഴും നാവിലുണ്ട്. അതൊക്കെ മനസ്സിൽ മരിക്കാതെ കിടക്കുന്ന ഓർമ്മകളാണെന്നും അദ്ദേഹം പ്രതികരിച്ചു. ലാലിന്റെ ആദ്യത്തെ പടമായ തിരനോട്ടം ലാലിന്റെ വീട്ടിൽ വെച്ച് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. സിനിമയിലെ കുറെ കാര്യങ്ങളൊക്കെ അവിടെയാണ് എടുത്തത്. അന്നൊക്കെ എല്ലാവരുടെയും ഊണും കിടപ്പുമൊക്കെ അവിടെ തന്നെ. അമ്മ ഒരിക്കൽ പോലും ഞങ്ങളോട് മുഖം കറുത്തു സംസാരിച്ചിട്ടില്ല. ഞങ്ങൾ ഓരോന്നുകൊണ്ട് അവിടെയും ഇവിടെയും തട്ടുകയും മുട്ടുകയും ചെയ്യുമ്പോൾ ഇടയ്ക്കിടെ പറയും എല്ലാം കൂടെ എടുത്തോണ്ട് പോകേണ്ടി വരുമോ എന്നൊക്കെ. അമ്മയ്ക്ക് സുഖമില്ലാതെ ആയതിനു ശേഷം ഞങ്ങൾ കണ്ടിരുന്നു. ഞാൻ കാണുമ്പോൾ അമ്മയ്ക്ക് ഓർമ്മയുണ്ട്. എന്നെ തിരിച്ചറിഞ്ഞു സംസാരിച്ചു. പിന്നെ കുറെ നാൾ കഴിഞ്ഞപ്പോൾ ഓർമ്മയൊക്കെ പോയി എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു.